വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. സ്ഥാനാർത്ഥികൾക്കൊപ്പം അവരുടെ ബന്ധുക്കളും അവസാനവട്ട കൂട്ടൽക്കിഴിക്കലിലാണ്. ഇപ്പം എം സ്വരാജിൻ്റെ പിതാവ് മുരളീധരൻ നായർ നമ്മളോടൊപ്പം ചേരുകയാണ്. അവസാനം ഒന്ന് കൂട്ടിക്കിഴിച്ചപ്പോൾ എന്തായിരുന്നു? കൂട്ടിക്കഴിക്കലൊന്നുമില്ല, ജയിക്കുമെന്നാണ് വിശ്വാസം. അച്ഛനിപ്പോൾ ഒരുപാട് തിരഞ്ഞെടുപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പ്രത്യേകിച്ച് മകൻ മത്സരിക്കുന്ന, സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. വളരെ വാശിയേറിയ മത്സരമാണ്. രണ്ട് കൂട്ടരും, പ്രതിപക്ഷവും ഭരണകക്ഷിയും, നല്ല വീറോടുള്ള മത്സരമായിരുന്നു. ഒരുപക്ഷേ എൻ്റെ മകൻ നിൽക്കുന്നത് കൂടിയായിരിക്കണം ഇത്രയും വാശിയുണ്ടായത്. നല്ല മത്സരമായിരുന്നു. ഒരു കണക്കൂട്ടിയപ്പോൾ എങ്ങനെയാണ് ഒരു ഭൂരിപക്ഷം പ്രയോഗിക്കാൻ പറ്റും? എന്നാലും അങ്ങനെ പ്രചോദിക്കാൻ ഞാൻ ആളല്ല. എനിക്ക് ഈ മണ്ഡലത്തിനെ കുറിച്ച് ഇപ്പോഴത്തെ സാഹചര്യമൊന്നും അറിയില്ല. എന്നാലും ജയിക്കും എന്നാണ് പ്രതീക്ഷ. ഈ അൻവർ ഒരു മൂന്നാം ശക്തിയായിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് BJPക്ക് നമുക്കറിയാം വോട്ട് വളരെ കുറവുള്ള ഒരു മണ്ഡലമാണ്. അൻവർ എഫക്റ്റ് എത്രമാത്രം ആർക്ക് അനുകൂലമാകും? അൻവർ എഫക്റ്റ് ഉണ്ടോ? എനിക്ക് സംശയമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരൊറ്റ വോട്ട് പോലും അങ്ങോട്ട് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പോകുന്നത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകളായിരിക്കും. അത് മുമ്പ് മൂപ്പർ വാങ്ങിയിട്ടുള്ള വോട്ടുകൾ ചിലപ്പോൾ തുടർന്നും കിട്ടിക്കൂടാഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയുണ്ട്. അദ്ദേഹത്തിന് ചില പോക്കറ്റുകളൊക്കെ ഉണ്ട്. അൻവറിനൊരു എത്ര വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മൾ കണക്ക് കൂട്ടുവാണെങ്കിൽ ഒരു 8 താഴെയായിരിക്കും കിട്ടുക. ആ വോട്ടുകൾ UDF ലീഗ് ആയിരിക്കും. ആയിരിക്കും 99%. ആ സാഹചര്യം സ്വരാജിന് അനുകൂലമാകും ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. ജയിച്ചാൽ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമോ? വലുതായിട്ടുണ്ടാവില്ല. ജയിച്ചാൽ നിലമ്പൂരിന് നല്ലത്. ജയിച്ചാലും തോറ്റാലും ഞങ്ങളെ സംബന്ധിച്ചൊന്നുമില്ല. അമിതമായ ആഹ്ലാദമോ അമിതമായ ദുഃഖമോ ഒന്നുമില്ല. നിലമ്പൂരിന് ആവശ്യമുണ്ട് എങ്കിൽ അവൻ ജയിക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും സ്വരാജ് ജയിച്ചാൽ നിലമ്പൂരിന് നല്ലത്, നിലമ്പൂരിൻ്റെ വികസനത്തിന് നല്ലതാണ് എന്നാണ് അച്ഛൻ മുരളീധരൻ നായർ പറയുന്നത്. അതോടൊപ്പം തന്നെ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ.